ഓക്കെ, ഞാൻ മന്ത്ലി മാഗസിൻ മെയ് നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഒരാഴ്ച കൊണ്ട് അടുത്ത തിങ്കളാഴ്ച ആവുമ്പോഴേക്ക്, ഓക്കെ, ഇന്നലെ ആക്ച്വലി ലീവായിരുന്നല്ലോ, ലീവല്ല, ക്ലാസ് ഉണ്ടായിരുന്നില്ല, വിഷു ആയതുകൊണ്ട്. സോ എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ മന്ത്ലി മാഗസിൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരാഴ്ച കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടൈമിൽ ഒരു 10 മാക്സിമം ഒരു 10 ദിവസം കൊണ്ട് തന്നെ ഈ മന്ത്ലി മാഗസിൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, റൈറ്റ്. സോ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത ടോപ്പിക് പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റർ, ലൈക് സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ക്യാബിനറ്റ് കമ്മിറ്റീസ്. ഇതേപോലെ തന്നെ അല്ലെ, പ്രൈം മിനിസ്റ്റർ പഠിക്കുന്ന സമയത്ത് ചീഫ് മിനിസ്റ്റർ, എക്സാക്ട്ലി സെയിം കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അല്ലെ. അപ്പൊ ഇതും രണ്ടും നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് ടോപ്പിക് അല്ലെ മനസ്സിലാവും ചെയ്യും. നമ്മുടെ ടൈമും വേസ്റ്റ് ആവില്ല. സ്ട്രാറ്റജി പരമായിട്ട് ടോപ്പിക്കും സിലബസും അങ്ങ് കംപ്ലീറ്റ് ചെയ്തോളും. റൈറ്റ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഭയങ്കര കുഴപ്പമായിട്ടുള്ള ഒരു ടോപ്പിക് അല്ല, വെരി സിമ്പിൾ. സോ പ്രൈം മിനിസ്റ്റർ അല്ല, വി ഹാവ് ഓൾറെഡി ലേൺഡ് അബൌട്ട് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ആൻഡ് ഗവർണർ. അപ്പൊ അതുമായിട്ടല്ല, പ്രസിഡന്റ് ഒക്കെ ആയിട്ട് നമുക്ക് ക്ലോസ്ലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് അല്ലെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. സോ ഇൻട്രൊഡക്ഷൻ. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഈസ് ദി ഹെഡ് ഓഫ് ദ ഗവൺമെന്റ്. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് ആൻഡ് ദ മോസ്റ്റ് പവർഫുൾ ഫങ്ഷണറി ഇൻ ദ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം അല്ലെ. ഇന്ത്യയിൽ പ്രൈം മിനിസ്റ്ററും അല്ലെ, നമ്മുടെ ഇന്ത്യൻ പാർലമെന്ററി ഫോമില് അല്ലെ, പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റിൽ വി ഹാവ് 2 ഹെഡ്സ് അല്ലെ, പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും. പ്രസിഡന്റ് ഇതിലും അല്ലെ, നമ്മുടെ പ്രധാനമന്ത്രിയെ നമ്മൾ എന്താണ് പറയാ അല്ലെ, റിയൽ എക്സിക്യൂട്ടീവ് എന്നാണോ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഗവൺമെന്റ് എന്നാണോ? അല്ലെ, ഹെഡ് ഓഫ് ദി ഗവൺമെന്റ്, സിമ്പിൾ, ഹെഡ് ഓഫ് ദി ഗവൺമെന്റ് അല്ലെ, റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയും അല്ലെ, റിയൽ എക്സിക്യൂട്ടീവ്. നമ്മൾ ഇത് പഠിച്ചതാണ്, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് സ്റ്റഡി ചെയ്തതാണ് അല്ലെ, റിയൽ എക്സിക്യൂട്ടീവ്. യഥാർത്ഥത്തിൽ 2 പോസ്റ്റ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ 2 പേരുണ്ടെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കാനും ഭരണം ചെയ്യുന്നതും പ്രധാനമന്ത്രിയാണ് അല്ലെ. പ്രസിഡന്റിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. പ്രസിഡന്റിന് എന്താണ് പറയുന്നത് അല്ലെ, ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്നാണ് പറയുന്നത് അല്ലെ, ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്. അതേപോലെ തന്നെ നോമിനൽ എക്സിക്യൂട്ടീവ് എന്നാണ് പറയുന്നത് അല്ലെ, നോമിനൽ എക്സിക്യൂട്ടീവ്. ഡിഫാക്ടോ ഉണ്ട് അല്ലെ, ഡിഫാക്ടോ, ഡിജ്യൂർ, അങ്ങനെയുള്ള 2 ടേം കൂടിയുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. സോ പ്രൈം മിനിസ്റ്റർ ഈസ് ദ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് ആൻഡ് മോസ്റ്റ് പവർഫുൾ ഫങ്ഷണറി. ആർട്ടിക്കിൾ 75 അല്ലെ, ആർട്ടിക്കിൾസ് ഓർമ്മിക്കുക, ആർട്ടിക്കിൾസ് ആണ് ഇമ്പോർട്ടന്റ്. ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദി അപ്പോയിന്റ്മെന്റ്, പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി പ്രൈം മിനിസ്റ്റർ അല്ലെ. ആർട്ടിക്കിൾ 75 അല്ലെ, ആർട്ടിക്കിൾ 75 ആണ് പ്രധാനമന്ത്രിയെ അപ്പോയിന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ അല്ലെ. ഇതില് ആർട്ടിക്കിൾ 75 ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്. ആർട്ടിക്കിൾ 75 നമ്മുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അല്ലെ, ക്വാളിഫിക്കേഷൻ, എലിജിബിലിറ്റി, ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടോ? ഇതിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ടോ ആർട്ടിക്കിൾ 75? നമ്മളിപ്പോ ഗവർണറെ കുറിച്ച് പറയുകയാണെങ്കിലും ഇല്ല. നമ്മളിപ്പോ ഗവർണറെ കുറിച്ച് പറയുകയാണെങ്കിലും പ്രസിഡന്റിനെ കുറിച്ച് പറയുകയാണെങ്കിലും അവരെ കുറിച്ചൊക്കെ ഇങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ അല്ലെ, ഈ മസ്റ്റ് ബി ആൻ ഇന്ത്യൻ, ഈ മസ്റ്റ് ഹാവ് 35 years ഓഫ് ഏജ്, നോ പൊളിറ്റിക്സ് അല്ലെ. ഗവർണറെ കുറിച്ച് പറയുമ്പോൾ ഒക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ കേസ് എടുക്കുകയാണെങ്കിൽ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളും അല്ലെ പ്രധാന ഇങ്ങനെയുള്ള എക്സ്പ്ലിസിറ്റ്ലി പറയുന്നില്ലെങ്കിലും അല്ലെ, എന്താണ് പറയുന്നത്? ഓൺലി ആർട്ടിക്കിൾ 75 ഓൺലി സേസ് ദാറ്റ് പ്രൈം മിനിസ്റ്റർ ഷാൽ ബി അപ്പോയിന്റഡ് ബൈ അല്ലെ, പ്രൈം മിനിസ്റ്റർ ഷാൽ ബി അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് എന്നുള്ള അല്ലെ, ഓൺലി അല്ലെ, ഇത് മാത്രമേ പറയുന്നുള്ളൂ. ഇതിനർത്ഥം പ്രസിഡന്റിന് തോന്നുന്ന പോലെ അപ്പോയിന്റ് ചെയ്യാം എന്നുള്ളതല്ല. പക്ഷെ നമ്മൾ ആർട്ടിക്കിൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത് അല്ലെ, ഓൺലി ദ പ്രൈം മിനിസ്റ്റർ ഷാൽ ബി അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പ്രധാനമായിട്ടും ഈ ആർട്ടിക്കിൾ 75 ഇന്ന ആളായിരിക്കണം, ഇന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം, ഇന്ന എലിജിബിലിറ്റി ഉണ്ടാവണം, അങ്ങനെയുള്ള ഒരു കാര്യവും പറയുന്നില്ല. ഓൺലി ഈ ഒരു ആർട്ടിക്കിൾസ് മാത്രമേ പറയുന്നുള്ളൂ. ദ പ്രൈം മിനിസ്റ്റർ ഈസ് ദ ചീഫ് അഡ്വൈസർ ടു ദ പ്രസിഡന്റ്
ലീഡർ ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ചീഫ് സ്പോക്മാൻ ഓഫ് ദി ഗവൺമെന്റ്. അല്ലെ, ദിസ് ഈസ് ഫോർ പ്രിലിംസിനും മെയിൻസ് പെർസ്പെക്ടീവിലും നിങ്ങൾക്ക് ഈ PDF യൂസ് ചെയ്യാം. അല്ലെ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈം മിനിസ്റ്റർ ആൻഡ് പ്രസിഡന്റ് എന്നൊക്കെ ഡയറക്ട്ലി ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഉത്തരം പറയാൻ പറ്റും. സോ ദിസ് ഈസ് ദി ഇൻട്രൊഡക്ഷൻ. ആർട്ടിക്കിൾ 75 ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 75 constitutional provisions. Article 74, there shall be a council of ministers headed by prime minister, which aid and advise the president. Article 74 ഓർത്തിരിക്കുക. Article 75 നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. The prime minister is appointed by the president. Article 78, duties of the prime minister in respect to this president. Communication, decisions എടുക്കുന്ന കാര്യങ്ങളൊക്കെ പ്രസിഡന്റിനെ അറിയിക്കണം, രാഷ്ട്രപതിയെ പ്രധാനമന്ത്രി അറിയിക്കണം. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 78. ഈ ആർട്ടിക്കിൾസ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. 74, 75 ആൻഡ് 78 വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പോയിന്റ്മെന്റ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. ദ പ്രസിഡന്റ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദ പ്രസിഡന്റ് അപ്പോയിന്റ് ദ പ്രൈം മിനിസ്റ്റർ ബൈ കൺവെൻഷൻ. അല്ല, നമ്മുടെ ഇന്ത്യയിൽ വരുന്ന പ്രാക്ടീസ് അനുസരിച്ച് ദ പ്രസിഡന്റ് ഇൻവൈറ്റ്സ് the leader of the majority party alliance in the Lok Sabha to form the government. അല്ല, നമുക്കറിയാം നമ്മൾ ഇന്ത്യയിൽ കണ്ടുവരുന്നിട്ടുള്ള ഒരു കൺവെൻഷൻ ആണ് അല്ലെ, ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻ നടക്കുന്നു. ഈ ഇലക്ഷൻ പ്രകാരം ആർക്കാണോ മെജോറിറ്റി ലഭിക്കുന്നത്, അല്ലെ, ആർക്കാണോ മെജോറിറ്റി ലഭിക്കുന്ന പാർട്ടി എന്ത് ചെയ്യും, പ്രസിഡന്റ് ഇൻവൈറ്റ് ചെയ്യും ടു ഫോം ദി ഗവൺമെന്റ്. ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഒരു സാധാരണ രീതിയിലുള്ള കൺവെൻഷൻ, അല്ല, ഒരു പ്രാക്ടീസ്. ബട്ട് ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ പ്രസിഡന്റ്, അല്ല, ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രസിഡന്റ് ദയിൽ സിംഗ്, അല്ലെ, രാജീവ് ഗാന്ധി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മഷി എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അല്ല, പ്രസിഡന്റ് ദയിൽ സിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്, രാജീവ് ഗാന്ധിയെ, അല്ല, ഓക്കെ, റൈറ്റ്, എന്തോ ടെക്നിക്കൽ എററാണ്, കുഴപ്പമില്ല. ആദ്യത്തെ 8 മിനിറ്റ് ഞാൻ എന്ത് ചെയ്യാം, 2 വീഡിയോ കൂടി മെർജ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം, അപ്പൊ കുഴപ്പമില്ല. സോ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. യെസ്, അപ്പോയിന്റ്മെന്റ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. ദ പ്രസിഡന്റ് അപ്പോയിന്റ് പ്രൈം മിനിസ്റ്റർ, നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, പ്രസിഡന്റ് ആണ് പ്രധാനമന്ത്രി അപ്പോയിന്റ് ചെയ്യുന്നത്. സിമ്പിൾ, ബൈ കൺവെൻഷൻ ദ പ്രസിഡന്റ് ഇൻവൈറ്റ്സ് ദ ലീഡർ ഓഫ് ദ മെജോറിറ്റി പാർട്ടി അലയൻസ് ടു ലോക്സഭ. ഓൾറെഡി നമ്മൾ പറഞ്ഞു, ലോക്സഭ ഇലക്ഷൻ, അതിൽ ആർക്കാണോ മെജോറിറ്റി കിട്ടുന്നത് അവരെയാണ് പ്രസിഡന്റ്, അല്ലെ, ഫോം ചെയ്യുക. അതാണ് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഒരു പ്രാക്ടീസ്. പക്ഷെ ചില സാഹചര്യങ്ങൾ, അല്ലെ, അതായത് നമ്മുടെ പ്രസിഡന്റ് ദയിൽ സിംഗ്, അല്ല, ഇന്ദിരാഗാന്ധിയുടെ മരണം സംഭവിച്ചതിന് ശേഷം രാജീവ് ഗാന്ധിയെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. appointed Rajiv Gandhi as the new prime minister. അപ്പോ at some times എന്താ പറയാ, പ്രസിഡന്റ് യൂസസ് ഡിസ്ക്രിഷൻ, അല്ലെ, ചില സാഹചര്യങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ എന്താണ്, പ്രസിഡന്റ് യൂസസ് ഡിസ്ക്രിഷൻ ടു അപ്പോയിന്റ് എ പേഴ്സൺ, അല്ലെ, ഹു ഈസ് ലൈക്ലി ടു കമാൻഡ് മെജോറിറ്റി സപ്പോർട്ട്. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അല്ലെ. നമുക്കറിയാം
മോസ്റ്റ് കോമൺലി ആർക്കാണോ ലോക്സഭയിൽ മെജോറിറ്റി കിട്ടുന്നത് അവരെയാണ് ഈ പറഞ്ഞ രീതിയിൽ അല്ലെ ഗവൺമെന്റ് രൂപീകരിക്കാൻ വിളിക്കുക. അങ്ങനെ ഗവൺമെന്റ് രൂപീകരിക്കാൻ വിളിക്കുന്ന സമയത്ത് ദ മെജോറിറ്റി പാർട്ടി ലീഡർ അല്ലെ പ്രധാനമന്ത്രിയായി അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തിക്ക് പ്രസിഡന്റ് അപ്പോയിന്റ്സ് പ്രൈം മിനിസ്റ്റർ. ഈ അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തി, നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കാണ് അല്ലെ, ഏതെങ്കിലും ഹൗസിലെ മെമ്പർ ആവേണ്ട ആവശ്യമുണ്ടോ? ലോക്സഭയിലെയോ രാജ്യസഭയിലെയോ മെമ്പർ ആവേണ്ട ആവശ്യമുണ്ടോ? ഇല്ല 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 എന്നാണ് പറയുന്നത് അല്ലെ. യെസ്, അല്ല ശരിയാണ്. ലോക്സഭയിലും രാജ്യസഭയിലും മെമ്പർ ആവേണ്ട ആവശ്യമില്ല. സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു അല്ലെ. എന്താണ്? 6 മാസത്തിനുള്ളിൽ അല്ലെ, 6 മാസത്തിനുള്ളിൽ ഈ ഏതെങ്കിലും ഒരു ഹൗസിൽ നിന്ന് അല്ലെ, 6 മാസത്തിനുള്ളിൽ അല്ലെ, 6 മാസ അളവിനുള്ളിൽ ഒരാളെ അല്ലെ ലോക്സഭയിൽ നിന്നോ രാജ്യസഭയിൽ നിന്നോ എലക്ട് ചെയ്യപ്പെടണം. ഓക്കെ, ഇങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്, സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ഓക്കെ, ഈ 1997 സുപ്രീം കോടതി പറഞ്ഞത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ ഒരു പ്രധാനമന്ത്രി ആവുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ ഓൾസോ ആവുന്ന ഒരു വ്യക്തി, മിനിസ്റ്റേഴ്സോ അല്ലെങ്കിൽ ആരാണെങ്കിലും ഇവര് ഈ മിനിസ്റ്റർ ആവുന്ന സമയത്ത് എന്താണ് ലോക്സഭയിൽ നിന്നോ അല്ലെങ്കിൽ രാജ്യസഭയിൽ നിന്നോ ഇലക്ട് അല്ലെങ്കിൽ ജയിക്കേണ്ട ആവശ്യമില്ല അല്ലെ. അതിനുശേഷം ഇലക്ട് ആയതിനു ശേഷം 6 മാസം കൊണ്ട് അവരെന്ത് ചെയ്താൽ മതി അല്ലെ, ലോക്സഭയിൽ നിന്നോ രാജ്യസഭയിൽ നിന്നോ ജയിച്ച് വന്നാൽ മതി, ഇലക്ഷൻ നേരിട്ടാൽ മതി. ഇലക്ഷൻ മാത്രമല്ല, നോമിനേഷനും. ആ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഒരു കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ്സ് ഇറ്റ്. Oath and tenure. The oath അല്ലെ, oath is administrated by the president of India. സിമ്പിൾ ആണ്. പ്രൈം മിനിസ്റ്ററുടെ ഓത്ത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ഹോൾഡ് ഓഫീസ് ആസ് ലോങ് ആസ് ഹി എൻജോയ്സ് ദ കോൺഫിഡൻസ് ഓഫ് ലോക്സഭ അല്ലെ. പ്രധാനമന്ത്രിക്ക് ഒരു ഫിക്സ്ഡ് ടേം ഇല്ല. ആക്ച്വലി പ്രധാനമന്ത്രിക്ക് ഫിക്സ്ഡ് ടേം ഇല്ല. ഹി ഹോൾഡ്സ് ദ ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ്. ഓക്കെ, വാക്ക് ഓർത്തിരിക്കുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ഇവിടെ പ്രഷർ ഓഫ് ദ പ്രസിഡന്റ് എന്ന് പറഞ്ഞാലും അതിനർത്ഥം പ്രസിഡന്റിന് തോന്നുന്ന പോലെ സസ്പെൻഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിസ്മിസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രധാനമന്ത്രി ആസ് ലോങ് ആസ് ഹി എൻജോയ്സ് നോൺ കോൺഫിഡൻസ് മോഷൻ ഇൻ ലോക്സഭ അല്ലെ, അദ്ദേഹത്തിന് ഒരു കാരണവശാലും പുറത്താക്കാൻ സാധിക്കില്ല. ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമ്മള് പ്രസിഡന്റിന്റെ കാര്യം പഠിച്ചു അല്ലെ, ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ് പഠിച്ചു, അതിന്റെ കുറെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും പഠിച്ചു അല്ലെ. അതേപോലെ തന്നെ പ്രധാനമന്ത്രിയും ഈ ഒരു കാരണം കൊണ്ട് മാത്രമേ അല്ലെ, അൺലെസ് ഏതൊക്കെ കാലം അല്ലെ നോൺ കോൺഫിഡൻസ് മോഷൻ അല്ലെ. ജസ്റ്റ് ഈ കാര്യം ഒന്ന് ഓർത്തിരിക്കുക, സിമ്പിൾ ആണ്. റൈറ്റ്, അതായത് നോ ഫിക്സ്ഡ് ടേം ആണ് പ്രധാനമന്ത്രിക്ക്. ഹി ഹോൾഡ് ദ ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ് അല്ലെ. ഇതിനർത്ഥം പ്രസിഡന്റിന് ഏത് സമയം പിരിച്ചുവിടാമെന്നല്ല. ആസ് ലോങ് ആസ് ദ പ്രൈം മിനിസ്റ്റർ എൻജോയ് കോൺഫിഡൻസ് മോഷൻ പിരിച്ചുവിടാൻ സാധിക്കില്ല. റൈറ്റ്. ദെൻ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. നമ്മൾ ഈ പറഞ്ഞ പോലെ രാഷ്ട്രപതിയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് എക്സിക്യൂട്ടീവും ഫിനാൻഷ്യൽ ഫങ്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ്. അലോക്കേറ്റ് പോർട്ട്ഫോളിയോസ് എമംഗ് ദ മിനിസ്റ്റേഴ്സ് അല്ലെ, അതായത് ഒരു മിനിസ്റ്ററിന് എന്ത് പോർട്ട്ഫോളിയോ കൊടുക്കണം അല്ലെ, അതായത് മിനിസ്റ്റർ എല്ലാ കാര്യങ്ങളും ക്യാൻ റീഷഫിൾ, റെക്കമെൻഡ് ഡിസ്മിസൽ ഓഫ് മിനിസ്റ്റേഴ്സ്, കോർഡിനേറ്റ് ദ വർക്ക് ഓഫ് വേരിയസ് മിനിസ്ട്രീസ്, ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ദ പ്രസിഡന്റ് ആൻഡ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അല്ലെ. ദീസ് ആർ ദി എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് ഓഫ് ദി പ്രൈം മിനിസ്റ്റർ. സിമ്പിൾ ആണ് അല്ലെ. ഇതൊക്കെ നമുക്ക് നോർമലി ലോജിക്കലി യൂസ് ചെയ്തിട്ട് പഠിക്കാനേ ഉള്ളൂ, കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ. പ്രധാനമന്ത്രി എന്തൊക്കെ ചെയ്യും, ഒരു മിനിസ്റ്ററിന് ഏത് വ്യക്തിക്ക് ഏത് പോർട്ട്ഫോളിയോ കൊടുക്കണം, ആർക്ക് എത്രത്തോളം കൊടുക്കണം അല്ലെ, ഈ പറഞ്ഞ പോലെ മിനിസ്ട്രിയിൽ എത്ര പേരുണ്ടാവണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയാണ്, അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണെങ്കിലും. ലെജിസ്ലേറ്റീവ് പവേഴ്സ്. ഹി ഈസ് ദ ലീഡർ ഓഫ് ദ ഹൗസ്, യൂഷ്വലി ലോക്സഭ. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കണം, പ്രധാനമന്ത്രി അല്ലെ എപ്പോഴും ലോക്സഭയിൽ നിന്ന് മാത്രം എലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പ്രധാനമന്ത്രി ക്യാൻ ഓൾസോ ബി ഫ്രം രാജ്യസഭ അല്ലെ. അതൊരു ഇന്ത്യൻ പാർലമെന്ററി സിസ്റ്റത്തിന്റെ വ്യത്യാസമാണ്. പക്ഷേ നമ്മള് ബ്രിട്ടന്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ അല്ലെ, ബ്രിട്ടന്റെ കേസ് നോക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി എന്താണ്, ഹൗസ് ഓഫ് കോമൺസ്, അതായത് ലോവർ ഹൗസ്. എപ്പോഴും ലോവർ ഹൗസ് എന്ന് തന്നെയായിരിക്കണം ബ്രിട്ടന്റെ കേസൊക്കെ നോക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി വരേണ്ടത്. പക്ഷെ ഇന്ത്യയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഈ ക്യാൻ ബോത്ത് ഫ്രം ലോക്സഭ, അതേപോലെ തന്നെ ബോത്ത് ഫ്രം രാജ്യസഭ.
രണ്ടിൽ നിന്നും വരാം. ആ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അഡ്വൈസസ് ദ പ്രസിഡന്റ് ഓൺ സമ്മണിംഗ്, പ്രൊറോഗിംഗ്, ഡിസോൾവിംഗ് ഓഫ് ദ ലോക്സഭ. നമ്മുടെ അടുത്ത പാർലമെന്റ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഇത് പഠിക്കും. ഓക്കെ, സമ്മണിംഗ് എന്താണ്, അഡ്ജർൺമെന്റ് എന്താണ്, അഡ്ജർൺമെന്റ് സൈൻ ഡ്യൂ എന്താണെന്നൊക്കെയുള്ള കാര്യം. പ്ലേസ് എ കീ റോൾ ഇൻ പോളിസി ഫോർമുലേഷൻ ആൻഡ് ലെജിസ്ലേറ്റീവ് അജണ്ട എക്സെട്ര ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് powers, supervises the functioning of ministries and ministers, chairs various important committees like cabinet committees, right. Crisis manager plays an important crucial role in the internal external crisis situation, coordinate between ministries, states and international stakeholders, and yes, role in council of ministers, first among equals. Entire the council of minister is appointed by the president on the advice of the prime minister, can demand the resignation of any minister, presides over the council meeting and set the agenda. All right. The relationship between the president act on the advice, aid and advance of the council of ministers headed by PM communicate all decisions of the council to the president. Okay, ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, യു ക്യാൻ ഡയറക്ട്ലി വായിച്ച് മനസ്സിലാക്കാനേ ഉള്ളൂ. റിമൂവൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു, നോ ഡയറക്റ്റ് പ്രൊസീജിയർ ഫോർ ഇസ് റിമൂവൽ ഓഫ് പ്രൈം മിനിസ്റ്റർ, ക്യാൻ ബി റിമൂവ്ഡ് ബൈ ലോക്സഭ അല്ലെ, ഇഫ് passes a non confidence motion, loss of majority is equal to resignation. And other roles, head Niti Aayog, National Development Council, various apex bodies, represent India in global platforms like UN. Okay, plays a key role in foreign policy formulation. Right. ഇവിടെ നമുക്ക് യെസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പഠിക്കാനുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രിയെ കുറിച്ച്. ഒന്ന്, പ്രധാനമന്ത്രിയുടെ ആർട്ടിക്കിൾസ് 74. ഓക്കെ, ലാപ്ടോപ്പിന് എന്തോ ടെക്നിക്കൽ ഇറർ ഉള്ളത് പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, ഇനി ക്ലാസ് കട്ടാണെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്തിടാം കേട്ടോ. ആർട്ടിക്കിൾസ് കറക്റ്റ് ആയിട്ട് പഠിക്കുക. 74, അതേപോലെ തന്നെ പ്രധാനമന്ത്രി ആ കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇത് ഒരു ചെറിയ ചാപ്റ്റർ ആണ്, 2 പേജ് നമ്മുടെ ലക്ഷ്മികാന്തിലുള്ളൂ. വെരി സിമ്പിൾ ചാപ്റ്റർ ആണ്. ആർട്ടിക്കിൾ 74, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് to aid and advise the president. Article 75, other provisions related to the ministers. 77, അതേപോലെ തന്നെ 78, 88 ഈ ആർട്ടിക്കിൾസ് ഒന്ന് കാണാപ്പാടം പഠിക്കുക. ഓക്കെ, അതേപോലെ തന്നെ പിന്നീടുള്ള കാര്യം ഇവിടെ തന്നിട്ടില്ല, അറ്റ്ലീസ്റ്റ് ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, റിമൂവല്, അതേപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി പ്രസിഡന്റ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എക്സെട്ര. ഓക്കെ, ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. പ്രധാനമന്ത്രിയെ കുറിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. റൈറ്റ്. ക്ലിയർ അല്ലേ? ഇതിൽ കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? സാർ ക്ലിയർ ആണ് അല്ലെ? നിങ്ങൾ ലക്ഷ്മികാന്ത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും. അതിന്റെ ഒരു ക്രെക്സ് ആണ് ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് PSC അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. ഓക്കെ, PYQ ഒക്കെ നോക്കുന്ന സമയത്ത് പ്രൈം മിനിസ്റ്റർ എന്നുള്ള ടോപ്പിക്കുകളിൽ നിന്ന് അങ്ങനെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചു കാണാറില്ല. സോ അതിനനുസരിച്ച് നിങ്ങൾ എന്താ പറയാ, പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക. റൈറ്റ്. എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ബാക്കിയൊക്കെ ലക്ഷ്മികാന്ത് നിങ്ങൾ റീഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, റൈറ്റ്. സോ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമ്മളിപ്പോ പ്രധാനമന്ത്രിയിൽ പഠിച്ചിട്ടുള്ള ഒരുപാട് ആർട്ടിക്കിൾസ് തന്നെയാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. റൈറ്റ്. Constitutional provisions, Article 74. Again, Article 74 already നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. There shall be a council of ministers with the prime minister, headed by the prime minister, to aid and advise the president. Article 75 അല്ലെ, deals with the appointment, tenure, responsibility, salaries and other provisions of the ministers. 77, conduct of business of the government of India.
Article 78, duties of the Prime Minister with respect to the President. Okay. ഈ articles just ഒന്ന് by heart ചെയ്ത് വെക്കുക. Composition of the Council of Ministers. Prime Minister, head of the council. Already നമ്മൾ പഠിച്ചു അല്ലെ. Cabinet Minister, the senior ministers in charge of important portfolios അല്ലെ. നമുക്ക് പ്രധാനമന്ത്രി ഉണ്ട് അല്ലെ. കറക്റ്റ് ആയിട്ടുള്ള കമ്പോസിഷൻ മനസ്സിലാക്കി ഹെഡ് ടു ഹെഡിൽ. അതിന് താഴെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് അല്ലെ. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്ന മിനിസ്റ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ ഹോം മിനിസ്റ്റർ, ഡിഫൻസ് മിനിസ്റ്റർ, ഫിനാൻസ് മിനിസ്റ്റർ അല്ലെ. ഇവരൊക്കെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആണ്. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. പിന്നീടുള്ളത് മിനിസ്റ്റേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ് ആണ് അല്ലെ. മിനിസ്റ്റേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്, ജൂനിയർ മിനിസ്റ്റേഴ്സ് ഹു മേ ഓർ മേ നോട്ട് ഹാവ് ഇൻഡിപെൻഡന്റ് ചാർജ് അല്ലെ. മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റിന്റെ ചില മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റിന് ഇൻഡിപെൻഡന്റ് ചാർജ് ഉണ്ടാവും, അല്ലെങ്കിൽ ചില മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റിന് ഇൻഡിപെൻഡന്റ് ചാർജ് ഉണ്ടാവില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ്. മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ്. അതിനുശേഷം ഡെപ്യൂട്ടി മിനിസ്റ്റർ ആണ്. ഓക്കെ. അസിസ്റ്റന്റ് ക്യാബിനറ്റ് ഓർ നോ ഇൻഡിപെൻഡന്റ് ചാർജ് ഇല്ലാത്ത. ഓക്കെ. ഇറ്റ് ഇസ് നോട്ട് കോമൺലി ഫൗണ്ട് ഇൻ ഇന്ത്യ. നമ്മുടെ ഈ സമയത്തൊക്കെ നമ്മൾ മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഒക്കെയാണ് അല്ലെ. നമ്മുടെ കേരളത്തിൽ നിന്ന് 2 മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഉണ്ട്. ആരൊക്കെയാണ്? കേന്ദ്രമന്ത്രിമാര് കേരളത്തിൽ നിന്നുള്ള യെസ് കറക്റ്റ് അല്ലെ. കുര്യനും ജോർജ് കുര്യനും സുരേഷ് ഗോപിയും അല്ലെ. ദേ ആർ ദി മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് അല്ലെ. സ്റ്റേറ്റ് അല്ലെ. യെസ്, ഓർത്തിരിക്കും അല്ലെ. സോ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്പോസിഷൻ. ഓക്കെ. ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ്, ദെൻ പാർലമെന്ററി സെക്രട്ടറീസ്. റൈറ്റ്. Type of ministers, cabinet ministers അല്ലെ. They are the part of the core decision making bodies അല്ലെ. Cabinet ministers-ഉം ഞാൻ ലാസ്റ്റ് അതിന്റെ ഒരു ലക്ഷ്മികാന്തിലുള്ളതാണ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും അതേപോലെ തന്നെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ഈ ഒരു ടാബിൾ പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഈസി. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ വൈഡ് ബോഡി കൺസിസ്റ്റിംഗ് ഓഫ് 60-70 മിനിസ്റ്റേഴ്സ് അല്ലെ. ഒരു വലിയൊരു ബോഡിയാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. പക്ഷെ നമ്മൾ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ ക്യാബിനറ്റിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊരു സ്മോളർ ബോഡിയാണ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 15 to 20 മിനിസ്റ്റേഴ്സ് അല്ലെ. ചെറിയൊരു ബോഡിയാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ 3 കാറ്റഗറീസ് ഓഫ് മിനിസ്ട്രീസ് അല്ലെ. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ്, ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ്. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു വലിയ ബോഡിയാണ്. ഇതിൽ എല്ലാവരും ഇൻക്ലൂഡഡ് ആണ്. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഇൻക്ലൂഡഡ് ആണ്, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റും ഇൻക്ലൂഡഡ് ആണ്, ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ ക്യാബിനറ്റിന്റെ കേസിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൺലി ദ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് അല്ലെ. ദസ് ഇറ്റ് ഈസ് ദി പാർട്ട് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. തേർഡ് നോക്കുക. It does not meet as a body to transact government business. It has no collective functions. So, Council of Ministers does not meet as a body to transact government business എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. It meets as a body frequently and usually once in a week to deliberate and take decision regarding the transaction of the government business. Regularly meet ചെയ്യുന്ന ഒരു ബോഡിയാണ് ക്യാബിനറ്റ് മിനിസ്ട്രി. ആൻഡ് ദിസ് ഹാസ് എ കളക്റ്റീവ് ഫങ്ഷൻസ് അല്ലെ. റെഗുലർലി മീറ്റ് ചെയ്യുന്നു, ആഴ്ചയിൽ മീറ്റ് ചെയ്യുന്നു. കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. ഇന്ത്യയിലുള്ള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ പ്രാധാന്യവും ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ഇറ്റ് ഈസ് വെസ്റ്റഡ് വിത്ത് ഓൾ പവേഴ്സ് ബട്ട് ഇൻ തിയറി it exercises in practices the powers of the Council of Ministers and thus act for the latter. Its functions are determined by the cabinet. It directs the Council of Ministers by taking policy decisions which are binding on ministers. Cabinet ministers എന്ത് ചെയ്യും? Decisions എടുക്കും അല്ലെ. ഈ decisions are to be implemented by this ministers of state അല്ലെ. It implement the decisions taken by the cabinet. It supervises the implementation അല്ലെ. എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ഡിസിഷൻസ് എടുക്കുന്ന ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആണെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യുന്നവരാണ് ഇവര്. അപ്പൊ ഇവര് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് അതിനെ സ്ക്രൂട്ടിനൈസ് ചെയ്യാനും അതേപോലെ തന്നെ കാര്യങ്ങൾ അല്ലെ സൂപ്പർവൈസസ് ചെയ്യാനും ഒക്കെയാണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഉണ്ടാവുക. ദെൻ ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ആർട്ടിക്കിൾ 74 and 75 of the Constitution. Its size and classifications are not mentioned in the Constitution. Its size
is determined by the Prime Minister according to the exigencies of the time and requirement. Right. Leave it. അതേപോലെ തന്നെ ഇപ്പുറത്ത് വരിക, ഇറ്റ് വാസ് ഇൻസേർട്ടഡ് ത്രൂ അമെന്റ്മെന്റ് അല്ലെ, അമെന്റ്മെന്റ് പ്രകാരമാണ് ഈ ക്യാബിനറ്റ് എന്നുള്ള വാക്ക് ആഡ് ചെയ്തത് ഇൻ ആർട്ടിക്കിൾ 352 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. 44th അമെന്റ്മെന്റ് പ്രകാരമാണ് ആഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസൻ കണ്ടെയ്ൻ അല്ലെ ക്യാബിനറ്റ്. Article 352 only defines the cabinet, saying that it is the council consisting of the Prime Minister and other rank ministers of cabinet appointed under the Article 75. So just ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇതാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും. ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്നായിരിക്കും വരിക. ഓക്കെ, സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും തമ്മിലുള്ള വ്യത്യാസം കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. സിമ്പിൾ ആണ് അല്ലെ, ഈ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിന്റെ ആവശ്യമൊന്നുമില്ല ഈ ഒരു പോർഷനിൽ നിന്ന്. റൈറ്റ്. ഓക്കെ, ടൈപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ്, മിനിസ്റ്റേഴ്സ് ഓഫ് അല്ലെ ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ്, ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ്. അപ്പോയിന്റ്മെന്റ് വീണ്ടും നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, കറക്റ്റ് ആയിട്ട് സീക്വൻസ് ആയിട്ട് വായിക്കുന്ന സമയത്ത് അല്ലെ പ്രൈം മിനിസ്റ്ററിന് ശേഷം ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പഠിച്ചു കഴിയുമ്പോൾ വായിച്ചു തന്നെയാണ് നമ്മൾ വായിക്കുക. അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓൺ ദ അഡ്വൈസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. PM select ministers. President formally appoints them. Must be a member of parliament or must be elected, nominated within the 6 months. അല്ലെ, മസ്റ്റ് ബി എന്ന് പറയാൻ പറ്റില്ല. ഒരു മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ മെമ്പർ ഓഫ് പാർലമെന്റ് ആവേണ്ട ആവശ്യമില്ല അല്ലെ. മിനിസ്റ്റർ ആയതിനു ശേഷം 6 മാസം കൊണ്ട് എന്ത് ചെയ്യുക അല്ലെ, ഇതിൽ ഏതെങ്കിലും ഒരു രാജ്യസഭയോ ലോക്സഭയോ ഏതെങ്കിലും ഒരു ബോഡിയിൽ നിന്ന് ഇലക്ട് ചെയ്യപ്പെട്ടാൽ മതി. ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഇതൊക്കെയായിരിക്കും എക്സാമിന് ചോദിക്കാൻ. അതും 6 മാസം കാലയളവിൽ അക്കോർഡിംഗ് ടു ദി ആർട്ടിക്കിൾ 75 അല്ലെ സുപ്രീം കോടതി ജഡ്ജ്മെന്റ്. ജസ്റ്റ് അതൊന്ന് ഓർത്തിരിക്കുക. Tenure, the ministries hold the office during the pleasure of the president. Yeah, the entire council of ministers is collectively responsible to the Lok Sabha. നമ്മൾ പഠിച്ചതാണ്. യെസ്, നോമിനേഷൻ ചെയ്താലും മിനിസ്ട്രി ആവും മൂസിന. ഓക്കെ, അത് കാര്യം ശ്രദ്ധിക്കുക. അതായത് ഇലക്ഷൻ അല്ല, നമ്മൾ കുറെ നേരമായി പറയുന്ന എലക്ഷൻ അതായത് ഒരു വ്യക്തിക്ക് ഈ പറഞ്ഞ പോലെ പ്രധാനമന്ത്രി ഈ വ്യക്തിയെ മിനിസ്റ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ മിനിസ്റ്റർ ആക്കാം അല്ലെ. രാജ്യസഭയിലെയും ലോക്സഭയിലെയും മെമ്പർ ആവണമെന്നില്ല. ആവണം 6 മാസത്തിന്റെ ഉള്ളിൽ അല്ലെ. 6 മാസത്തിന്റെ ഉള്ളില് ഈ പറഞ്ഞിട്ടുള്ള ഈ മിനിസ്റ്റർ എന്ത് ചെയ്യണം, രാജ്യസഭയിൽ നിന്നോ ലോക്സഭയിൽ നിന്നോ മെമ്പർ ആവണം. അത് ഇലക്ഷൻ പ്രകാരം മാത്രം ആവണമെന്നൊന്നും നിർബന്ധമില്ല, നോമിനേറ്റഡ് മെമ്പേഴ്സും ആകാം. ഓക്കെ, അതായത് ഈ പറഞ്ഞ മിനിസ്റ്ററിനെ ഇലക്ഷൻ ചെയ്ത് തന്നെ വരണമെന്നില്ല, പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്താൽ മതി അല്ലെ. നോമിനേഷൻ ഉണ്ടല്ലോ, ഇലക്ഷൻ മാത്രമല്ല നോമിനേഷനും ഉണ്ട്. അത് ഏതെങ്കിലും ഒരു നോമിനേഷൻ പ്രകാരം ഈ പറഞ്ഞ ലോക്സഭയിലെ രാജ്യസഭയിലൊക്കെ വന്നാൽ മതി, മെമ്പർ ആയാൽ മതി, MP ആയാൽ മതി. മനസ്സിലായോ? സിമ്പിൾ ആണ്. ഓക്കെ, ഇലക്ഷൻ പ്രകാരം മാത്രം വരണം അങ്ങനെ ഒന്നുമില്ല. നോമിനേറ്റഡ് മെമ്പേഴ്സിനും ഹി ക്യാൻ ബിക്കം. റൈറ്റ്, ക്ലിയർ അല്ലേ? Then ministers in the oath administered by the president under the third schedule bears true faith and allegiance to the constitution അല്ലെ, ഓത്തിന്റെ കാര്യമാണ്. Uphold the sovereignty and integrity of India, faithfully discharge duties, not disclose confidential matters. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്. പ്രസിഡന്റ്, ഇന്ത്യൻ പ്രസിഡന്റിന് അല്ലെ സത്യപ്രതിജ്ഞ ചെയ്യണം, പ്രധാനമന്ത്രിക്ക് സത്യപ്രതിജ്ഞ ചെയ്യണം, മിനിസ്റ്റേഴ്സിന് സത്യപ്രതിജ്ഞ ചെയ്യണം, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് സത്യപ്രതിജ്ഞ ചെയ്യണം. ഇവരുടെ സത്യപ്രതിജ്ഞകൾ എല്ലാം ഒരേ കണ്ടന്റ് ആണോ, അല്ലെങ്കിൽ ഒരേ കാര്യം തന്നെയാണോ പറയുന്നത്, ഒരേ ടേമുകളാണോ പറയുന്നത്? യെസ് ഓർ നോ? യെസ്, ഒരേ കാര്യം തന്നെയാണോ പറയുന്നത്? യെസ് 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 എന്നാണ് പറയുന്നത്. ഒരേ കാര്യമാണോ? കണ്ടന്റ് ഡിഫറെന്റ് ആണ്. ഓക്കെ, ഓത്തില് ഡിഫറൻസ് ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം, ഓത്തില് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഓത്തില് ഡിഫറൻസ് ഉണ്ട്. കുറച്ചുകൂടി ഡെപ്ത് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഓത്തില് ഡിഫറൻസ് ഉണ്ട്, സെയിം അല്ല. ഓക്കെ, കണ്ടന്റില് വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഓത്തില് പറയുന്ന കാര്യങ്ങൾ ചില വാക്കുകളും വ്യത്യാസമുണ്ട്. ഓക്കെ, പ്രസിഡന്റ് ചെയ്യുന്ന ഓത്തല്ല ഈ പറഞ്ഞ പോലെ മിനിസ്റ്റേഴ്സ് ചെയ്യുക, അവിടെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ.
ജസ്റ്റ് അതൊന്ന് അറിഞ്ഞിരിക്കുക, ദാറ്റ്സ് ഓൾ. അവിടെ ഒന്നും ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയില്ല. അതാ അത് ജസ്റ്റ് ഒന്ന് ഒരു നോളജ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ GP? യെസ്. പിന്നീട് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. യെസ്, ഡിഗ്രി ലെവൽ മെയിൻസിന് വന്നിട്ടുണ്ട് അല്ലെ? ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ലോക്സഭ. ഒരുപാട് തവണ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇഫ് ദ ലോക്സഭ പാസസ് നോ കോൺഫിഡൻസ് മോഷൻ, then the entire council of ministers resign. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഡിഗ്രി ലെവൽ മെയിൻസിന് വന്നിട്ടുണ്ട്. ഓക്കെ. മിനിസ്റ്റേഴ്സിന്റെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി പോലെ തന്നെ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ജസ്റ്റ് നോക്കുക. മിനിസ്റ്റേഴ്സ് ആർ ഇൻഡിവിജ്വലി റെസ്പോൺസിബിൾ ടു ദി പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ ക്യാൻ അഡ്വൈസ് ദ പ്രസിഡന്റ് ടു ഡിസ്മിസ് എ മിനിസ്റ്റർ അല്ലെ? പ്രധാനമന്ത്രിക്ക് സിമ്പിൾ ആണ്, ഇതൊക്കെ നമുക്ക് അറിയാം. പ്രധാനമന്ത്രിക്ക് ഈ പറഞ്ഞ പോലെ പ്രസിഡന്റിനോട് അല്ലെ, ഈ പറഞ്ഞിട്ടുള്ള ക്യാബിനറ്റ് ഈ സർക്കാരിനെതിരെയാണ് ഒരു മിനിസ്റ്ററിന്, സെയിം കാര്യം സ്റ്റേറ്റിലും ബാധകമാണ് കേട്ടോ. സർക്കാർ എടുക്കുന്ന ഡിസിഷൻസിനെതിരെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അല്ലെ, പ്രധാനമന്ത്രിക്ക് എന്ത് ചെയ്യാം? ആ മിനിസ്റ്ററിനോട് റെസിഗ്നേഷൻ ആവശ്യപ്പെടാം. റിസൈൻ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? പ്രസിഡന്റിനോട് ഡിസ്മിസ് ചെയ്യാൻ പറയാം അല്ലെ? പ്രധാനമന്ത്രിക്ക് അതിനുള്ള അതോറിറ്റി ഉണ്ട്. ലീഗൽ റെസ്പോൺസിബിലിറ്റി നോട്ട് എക്സ്പ്ലിസിറ്റ്ലി പ്രൊവൈഡഡ് ഇൻ ദി ബ്രിട്ടൻ അല്ലെ? ഇന്ത്യയിൽ ലീഗൽ റെസ്പോൺസിബിലിറ്റി ഇല്ല, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോർട്സ് കാണ്ട് ക്വസ്റ്റ്യൻ മിനിസ്റ്റീരിയൽ അഡ്വൈസ് ടു ദ പ്രസിഡന്റ് അണ്ടർ ആർട്ടിക്കിൾ 74. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, വീണ്ടും വീണ്ടും റിപ്പീറ്റേഷൻ വരികയാണ്. റൈറ്റ്. ലീഗൽ റെസ്പോൺസിബിലിറ്റി. അഗെയിൻ ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. പോളിസി ഫോർമുലേഷൻ, ക്യാബിനറ്റ് സെറ്റ് പോളിസീസ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് അല്ലെ? അത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വിൽ ഇംപ്ലിമെന്റ്. അഡ്മിനിസ്ട്രേഷൻ ഇംപ്ലിമെന്റ്സ് ലോസ് ആൻഡ് പോളിസീസ് ത്രൂ റെസ്പെക്ടീവ് മിനിസ്ട്രീസ്. ലെജിസ്ലേഷൻ, ഫിനാൻഷ്യൽ, അപ്പോയിന്റ്മെന്റ്സ്, എമർജൻസി പവേഴ്സ് എക്സെട്ര എക്സെട്ര അല്ലെ? The cabinet advises the president to proclaim a proclamation of the emergency, national emergency. നമ്മൾ അതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. There are two types of committees, cabinet committees അല്ല? cabinet committees ആണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് അല്ല? cabinet committees. cabinet committees എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ് അല്ലെ? എന്തുകൊണ്ടാണ് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്നത്? They are not mentioned in the constitution. കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. However, the rules of business provide for their establishment. Okay, അതുകൊണ്ടാണ് അവിടെ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ. They are not mentioned in the constitution, but the rules of business provide for that. അല്ലെ? രണ്ട് രീതിയിലുള്ള ക്യാബിനറ്റ് കമ്മിറ്റീസ് ഉണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റീസും അഡ്ഹോക് കമ്മിറ്റീസും. സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് അല്ലെ? ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റീസും അഡ്ഹോക് കമ്മിറ്റീസും 3 വർഷത്തേക്കാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. യെസ് ഓർ നോ? 3 വർഷത്തേക്കാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. യെസ് ഓർ നോ? സ്റ്റാൻഡിംഗ് പെർമനന്റ് അല്ലേ? യെസ്, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് അല്ലെ? സ്റ്റാൻഡിംഗ് പെർമനന്റ് ആണോ? യെസ്. അഡ്ഹോക്ക് അല്ലെ? അഡ്ഹോക്ക് എന്ന് പറഞ്ഞാല് ടെമ്പററി ആണ്. ടെമ്പററി ഇവിടെ കൊടുത്തിട്ടില്ല. ടെമ്പററി. പാർലമെന്റ് ഇൻ നേച്ചർ അല്ലെ? സോറി, പെർമനന്റ് ഇൻ നേച്ചർ ആണ് അല്ലെ? യെസ്, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ടാസ്ക് കഴിഞ്ഞാൽ പിരിച്ചുവിടും. അതെ, അഡ്ഹോക് കമ്മിറ്റി ടെമ്പററി ആയിട്ടുള്ള കമ്മിറ്റിയാണ്. ആർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫ്രം ടൈം ടു ടൈം ടു ഡീൽ വിത്ത് ദി സ്പെഷ്യൽ പ്രോബ്ലംസ് അല്ലെ? ഡിസ്ബാൻഡഡ് ആഫ്റ്റർ ദ ടാസ്ക് ഈസ് കംപ്ലീറ്റഡ്. സോ ക്യാബിനറ്റ് കമ്മിറ്റീസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റീസും അഡ്ഹോക് കമ്മിറ്റീസും. പിന്നീട് ഒരുപാട് കമ്മിറ്റീസ് ആണ്. ഓക്കെ, കമ്മിറ്റീസ് ആണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റീസിലുള്ള അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി, എക്കണോമിക് അഫയേഴ്സ് കമ്മിറ്റി. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കമ്മിറ്റികൾ നിങ്ങൾ പഠിക്കണം. ഓക്കെ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രത്യേകിച്ച് ഇതിന്റെ ഹെഡ് ആരാണെന്ന് നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇതാരാണ് ഇതിന്റെ ഹെഡ് എന്നുള്ളത് നിങ്ങൾ പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതെ, കുറെ കമ്മിറ്റീസ് കുറെ കമ്മിറ്റീസ് പ്രധാനമന്ത്രി ഹെഡ് ചെയ്യുന്നുണ്ട്, ഹോം മിനിസ്റ്റർ ഹെഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്തായാലും പഠിക്കണം. ഓക്കെ, ക്യാബിനറ്റ് കമ്മിറ്റീസ്. ദെൻ ഒരു അമെന്റ്മെന്റ് ഓർത്തിരിക്കുക, ഈ ചാപ്റ്ററുമായിട്ട് PSCയുടെ PYQ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട്. യെസ് മുഹ്സിന, യെസ്. 91st അമെന്റ്മെന്റ് ആക്ട് 2003 അല്ലെ? നോട്ട് മോർ ദൻ 50% ഓഫ് ലോക്സഭ അല്ലെ? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ ഒരു സീലിംഗ് വെച്ചു അല്ലെ?
15% കൂടുതൽ ലോക്സഭയുടെ സ്ട്രെങ്തിനേക്കാൾ കൂടുതൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കാര്യം കൊണ്ടുവന്ന് പറഞ്ഞു. ഇതേ കാര്യം സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കും ബാധകമാണ് കേട്ടോ, ബാധകമാണ്. സോ ഇതാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ ബോക്സ് ആണ്. ഈ ബോക്സ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, റൈറ്റ്? ക്ലിയർ അല്ലേ? ആക്ച്വലി ഈ ചാപ്റ്റേഴ്സിലൊക്കെ ഈ ആർട്ടിക്കിൾസ് ബൈഹാർട്ട് ചെയ്യണം. യെസ്, ശരിയാണ്, ആർട്ടിക്കിൾസ് ബൈഹാർട്ട് ചെയ്യണം. ബാക്കിയുള്ള എല്ലാ കോൺസെപ്റ്റുകളും നിങ്ങൾ ലോജിക്ക് മനസ്സിലാക്കിയിട്ടാണ് വെക്കേണ്ടത്, അല്ലെ? അല്ലാതെ ഈ ലക്ഷ്മികാന്ത് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും എല്ലാ വരികളും ബൈഹാർട്ട് ചെയ്തല്ല വെക്കേണ്ടത്. അതെ, ഈ പറഞ്ഞ പോലെ ക്യാബിനറ്റ് കമ്മിറ്റീസിൽ ആരൊക്കെയാണ് ഹെഡ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ബൈഹാർട്ട് പഠിക്കണം. അല്ലാതെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, അല്ല, ക്യാബിനറ്റിന്റെ റോൾ എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, അല്ല, ഇറ്റ് ഈസ് ദ ചീഫ് പോളിസി ഫോർമുലേറ്റിംഗ് ബോഡി ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ്. ഇങ്ങനെയൊക്കെ എന്താണ് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ലോജിക്കൽ സ്റ്റേറ്റ്മെന്റിൽ വരുന്ന സമയത്ത് നമ്മുടെ ലോജിക് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ആൻസറിലേക്ക് എത്തണം, അല്ലെ? ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി എന്താണ്, ലീഗൽ റെസ്പോൺസിബിലിറ്റി എന്താണ്, അല്ലെ? ഇന്ത്യയിൽ ഏതൊക്കെയാണ് ഉള്ളത്, ഏതൊക്കെയാണ് ഇല്ലാത്തത്? ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദി ലോക്സഭ, അല്ലെ? രാജ്യസഭ എന്ന് ചോദിക്കും, ചിലപ്പോൾ എക്സാമിന് രാജ്യസഭ എന്ന് ചോദിക്കും. തെറ്റാണ്, ലോക്സഭയിലാണ് ഇവർ കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ, ആർട്ടിക്കിൾ 75 പ്രകാരം. റൈറ്റ്. സോ സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഐ തിങ്ക് ക്ലിയർ ആണെന്ന്, അല്ലെ? പിന്നീട് ക്യാബിനറ്റ് കമ്മിറ്റീസ് എന്ത് ചെയ്യുക? ഓക്കെ, ഒറ്റ പേജേ ഉള്ളൂ. അത് ഞാൻ ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല. ലക്ഷ്മികാന്തിൽ നിങ്ങൾ റീഡ് ചെയ്താൽ മതി. എന്താണ് അഡോക് കമ്മിറ്റീസ്, എന്താണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ്, അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കുക. പിന്നെ ഒരുപാട് കമ്മിറ്റീസ് ആണ്. ഈ കമ്മിറ്റീസ് എന്ത് ചെയ്യുക? നിങ്ങൾ കാണാപ്പാഠം പഠിക്കുക. ലക്ഷ്മികാന്തിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രധാനമന്ത്രി പഠിച്ചു കഴിഞ്ഞാൽ എക്സാക്ട്ലി കോപ്പി പേസ്റ്റ്, അല്ലെ? എക്സാക്ട്ലി കോപ്പി പേസ്റ്റ് ആണ് ചീഫ് മിനിസ്റ്റർ. വളരെ സിമ്പിൾ ആയിട്ടല്ലേ? പ്രസിഡന്റ് എന്നുള്ള സ്ഥലത്ത് ഗവർണറെ വെക്കുക, അല്ലെ? പ്രസിഡന്റ് എന്നുള്ള സ്ഥലത്ത് ഗവർണറെ കൊണ്ടുവരിക. ചീഫ് മിനിസ്റ്റർ എന്നുള്ള സ്ഥലത്ത്, അല്ല, പ്രധാനമന്ത്രി എന്നുള്ള സ്ഥലത്ത് ചീഫ് മിനിസ്റ്ററെ കൊണ്ടുവരിക. സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്നുള്ളതിന് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്നും കൊണ്ടുവരാം. ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് സിമിലർ ആണ്, അല്ലെ? എക്സാക്ട്ലി സിമിലർ ആണ്. അതുകൊണ്ടാണ് ഈ ചാപ്റ്റേഴ്സ് നിങ്ങളോട് ഒറ്റയടിക്ക് ഒരു സമയത്ത് തന്നെ റീഡ് ചെയ്യാൻ പറയുന്നത്. ചീഫ് മിനിസ്റ്റർ നിങ്ങൾ നോക്കൂ. പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് നമ്മൾ പറഞ്ഞു, അല്ലെ? ഗവർണർ ഇസ് ദി നോമിനൽ എക്സിക്യൂട്ടീവ്, ഡി ജൂറോ. ചീഫ് മിനിസ്റ്റർ റിയൽ എക്സിക്യൂട്ടീവ് ആണ്, അല്ലെ? ഹെഡ് ഓഫ് ദ ഗവൺമെന്റ്. മറ്റൊരാളെ ഹെഡ് ഓഫ് ദ പീപ്പിൾ, അല്ല, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. Chief Minister is the head of the government. Thus, the position of Chief Minister at the state is analogous to the position of Prime Minister at the center. അല്ലെ? സെയിം ആണ്. ചീഫ് മിനിസ്റ്റർ, ഒരു സംസ്ഥാനത്തിന്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുമായിട്ട് ഭയങ്കര ക്ലോസ്ലി റിലേറ്റഡ് ആണ്. നോക്കൂ, ആർട്ടിക്കിൾസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അവിടെ ആർട്ടിക്കിൾ 74 ആകുമ്പോൾ ഇവിടെ ആർട്ടിക്കിൾ 164. നോക്കിക്കോ, നിങ്ങൾ റീഡ് ചെയ്തോ. The Constitution does not contain any specific procedure for the selection and appointment of chief minister. Same. ആർട്ടിക്കിൾ 164 ആണ്, അല്ല? ചീഫ് മിനിസ്റ്റർ ഷാൽ ബി അപ്പോയിന്റഡ് ബൈ ദ ഗവർണർ. അപ്പുറത്ത് എന്തായിരുന്നു? ആർട്ടിക്കിൾ 74, അല്ലെ? പ്രധാനമന്ത്രി ഷാൽ ബി അപ്പോയിന്റഡ് ബൈ ദ രാഷ്ട്രപതി, അല്ലെ? സെയിം. However, this does not imply that the governor is, അല്ലെ? ഗവർണർക്ക് തോന്നുന്ന ആളെയൊന്നും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഗവർണർക്ക് തോന്നുന്ന ആളെ കൊണ്ടുവന്ന് അപ്പോയിന്റ് ചെയ്യാനല്ലേ ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെ? എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആർക്കാണോ മെജോറിറ്റി കിട്ടുക അവരെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, അല്ലെ? In accordance with the conventions of the parliamentary system of the government, the governor has to appoint the leader of the majority party in the state legislative assembly as the chief minister. Same. But when no party has a clear majority in the assembly, the governor may exercise his personal discretion. നമ്മൾ പ്രസിഡന്റിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലേ? യഥാർത്ഥത്തിൽ നമ്മൾ ഒരു കൺവെൻഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഹങ് അസംബ്ലി, അല്ലെ? തൂക്ക് മന്ത്രിസഭ എന്ന് പറയുമ്പോൾ എന്താ? ഒരു പാർട്ടിക്ക് മെജോറിറ്റി ഇല്ല. ആ സമയങ്ങളിൽ എന്ത് ചെയ്യാം? പ്രസിഡന്റിനാണെങ്കിലും ഗവർണർക്കാണെങ്കിലും ഇവർക്ക് സെപ്പറേറ്റ് അല്ലെങ്കിൽ ഇവരുടെ ഒരു ഡിസ്ക്രിപ്ഷൻ യൂസ് ചെയ്യാം, പേഴ്സണൽ ഡിസ്ക്രിപ്ഷൻ യൂസ് ചെയ്യാം, അല്ലെ? ഫോർ എക്സാമ്പിൾ, ഹങ് അസംബ്ലി. കേരളത്തിൽ 140 സീറ്റ് ഉണ്ട്, അല്ലെ? അപ്പോ ഒരു പാർട്ടിക്ക് 69 കിട്ടി, മറ്റൊരു പാർട്ടിക്ക് 71 കിട്ടി.
അല്ലെ? കൺവെൻഷൻ പ്രകാരം ഈ 71 കിട്ടിയ പാർട്ടി ലീഡറെയാണ് വിളിക്കേണ്ടത് അല്ലെ? ബട്ട് ഹിയർ ഗവർണർക്ക് എന്ത് ചെയ്യാം? ഹി മേ യൂസ് ഹിസ് പേഴ്സണൽ ഡിസ്ക്രിപ്ഷൻ ടു കോൾ ഹിം അല്ലെ? ഇവിടുത്തെ പാർട്ടി ലീഡറെ വിളിക്കാം, എന്നിട്ട് പറയാം യു ഹാവ് ടു പ്രൂവ് യുവർ മെജോറിറ്റി അല്ലെ? ഇവിടെ എന്താണ് ഗവർണറുടെ ഒരു പേഴ്സണൽ ഡിസ്ക്രിപ്ഷൻ യൂസ് ചെയ്യാണ് അല്ലെ? ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഹെങ് അസംബ്ലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ. And appointment of the chief minister. In such a situation, governor usually appoint the leader of the largest party coalition. Okay. എന്നിട്ട് ഒരു സമയം കൊടുക്കും, യൂഷ്വലി 1 month. നിങ്ങൾ ഈ സമയം കൊണ്ട് ഓക്കെ നിങ്ങളെ ഈ പറഞ്ഞ പോലെ മെജോറിറ്റി നിങ്ങൾ പ്രൂവ് ചെയ്യാന്ന് പറയും. അപ്പൊ ആ സമയത്ത് മെജോറിറ്റി പ്രൂവ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതാണ് കാര്യം. റൈറ്റ്. The governor may have to exercise his individual judgment in selection and appointment of the chief minister. When the chief minister is in office dies suddenly, there is no obvious successor. നമ്മളിപ്പോ ഈ രാജീവ് ഗാന്ധിയുടെ കേസ് കണ്ട പോലെ അല്ലെ? റൈറ്റ്. The constitution does not require that a person must prove his majority in the legislative assembly before he is appointed as the chief minister. Same നമ്മൾ പഠിച്ചിട്ടുണ്ട്. The governor may first appoint him as the chief minister, then ask to prove his majority in the legislative assembly with a reasonable period. Okay, ഇത് ഒരുപാട് തവണ ഈ ഒരു പ്രാക്ടീസ് നമ്മൾ ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. Okay, a person who is appointed as a member of state legislation 6 മാസ കാലയളവ് അല്ലെ? A person who is not a member of the state legislature can be appointed as the chief minister for 6 months. അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കും ഈ 6 മാസ കാലയളവിനുള്ളിൽ ഈ വ്യക്തി എലക്ട് ചെയ്ത് വരണം. സെയിം കാര്യം. സെയിം. According to the constitution, the chief minister may be a member of any of the 2 houses of the state legislature. നമുക്കറിയാം അല്ല, ചില സ്റ്റേറ്റുകളിൽ 2 ഹൗസസ് ഉണ്ട്, ഒന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും മറ്റൊന്ന് ലെജിസ്ലേറ്റീവ് കൗൺസിലും. നമ്മുടെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ അല്ലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്നും മാത്രമല്ല ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നിന്നും വരാം. ഓക്കെ, അങ്ങനെയും MLA അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഇലക്ഷന് ജയിച്ചു വരാം. റൈറ്റ്. പിന്നീട് ഓത്ത് ആൻഡ് സാലറി ആണ്. The term of the chief minister is not fixed. He hold office during the pleasure of the governor. അല്ല, ജസ്റ്റ് പ്രധാനമന്ത്രി എന്നും ഈ പറഞ്ഞിട്ടുള്ള ഗവർണറെ പ്രസിഡന്റ് എന്നും മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സിമിലർ ആണ് അല്ലെ? However, this does not mean that the governor can dismiss him at any time. He can't be dismissed by the governor അല്ലെ, as long as he enjoy the majority support in the legislative assembly. Same case അല്ലെ? കോൺഫിഡൻസ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ he should resign അല്ലെങ്കിൽ മിനിസ്ട്രി റിസൈൻ ചെയ്യണം. റൈറ്റ്. പിന്നെ ഫങ്ഷൻസ് നമ്മളിപ്പം പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ, വായിച്ചോ. ചീഫ് മിനിസ്റ്റർ എൻജോയ് ഫോളോയിങ് ദ പവേഴ്സ്. എന്താണ്? ദ ഗവർണർ അപ്പോയിന്റ് ഓൺലി ദോസ് പേഴ്സൺ ആസ് മിനിസ്റ്റേഴ്സ് ഹു ആർ റെക്കമെൻഡഡ് ബൈ ദ ചീഫ് മിനിസ്റ്റർ അല്ലെ? ചീഫ് മിനിസ്റ്റർ ആണ് മിനിസ്ട്രീസിന്റെ പോർട്ട്ഫോളിയോസ് ആരെയാണ് മിനിസ്റ്ററായി അപ്പോയിന്റ് ചെയ്യുന്നത്, ആർക്ക് എന്ത് കൊടുക്കണം, ഏത് രീതിയിൽ കൊടുക്കണം, റീഷഫിൾ ചെയ്യണം, എല്ലാം തീരുമാനിക്കുന്നത് ചീഫ് മിനിസ്റ്റർ ആണ് അല്ലെ? Reshuffle. He can ask a minister to resign or advise the governor to dismiss in case of difference of opinion. നമ്മൾ അതും പറഞ്ഞു അല്ലെ, മിനിസ്ട്രിയുമായിട്ട് ഈ പറഞ്ഞ പോലെ സർക്കാരുമായിട്ട് ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാകുമ്പോൾ മിനിസ്റ്ററിനോട് റിസൈൻ ചെയ്യാൻ പറയാം. അത് റിസൈൻ ചെയ്യുന്നില്ലെങ്കിൽ ഗവർണറോട് ഡിസ്മിസ് ചെയ്യാൻ പറയാം. ഗവർണറെ ഡിസ്മിസ് ചെയ്യാൻ പറ്റും. He presides over the meeting of council of ministers, influences his decision, direct, control, coordinate the activities of the ministers. He can bring all the collapse of the council of ministers by resigning from his office. Okay. He is the principal channel of communication between the governor and the council of ministers. Right. Symbol to communicate. Okay. ഇതൊക്കെ നമ്മൾ വായിച്ചു പഠിച്ചാണ്. In relation to the state legislature, the chief minister enjoy the leader of the house. He advises the governor with regard to the summoning, proroguing sections of the house. He can recommend the dissolution and the legislative assembly to the governor at any time. He announces the government policies on the floor of the house. Others functions. He is the chairman of state planning board. അല്ലെ? പ്രധാനമന്ത്രി നീതി ആയോഗ് അത് മാറ്റി സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ആക്കി. He acts the vice chairman of concerned zonal council by rotation. He is a member of interstate council, Niti Aayog, both headed by PM. He is the chief spokesman of the state government. He is the crisis manager. Like the model നമ്മളിപ്പം പഠിച്ചിട്ടേ ഉള്ളൂ. Political head. Right.
റിലേഷൻഷിപ്പ് വിത്ത് ദി ഗവർണർ. ആർട്ടിക്കിൾ 163, മറ്റേ സ്ഥലത്ത് ആർട്ടിക്കിൾ 74 അല്ലെ. There shall be a council of ministers with the chief minister as the head and advise the governor. Chief minister shall be appointed by the governor and the other ministers shall be appointed by the governor on the advice of the chief minister. Ministers നമ്മൾ വായിച്ച കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ആർട്ടിക്കിൾ 170. Then articles. ഇപ്പൊ എന്തുകൊണ്ടാണ് ലക്ഷ്മികാന്ത് റീഡ് ചെയ്യുന്നതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്രൊണോളജി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പൊ പിടികിട്ടിയോ? അല്ലാതെ ഒന്നാമത്തെ ക്ലാസ് മുതൽ ഈ പറഞ്ഞ പോലെ 1, 2, 3 അങ്ങനെയല്ല റീഡ് ചെയ്യേണ്ടതെന്ന് എന്തുകൊണ്ടാണ് കറക്റ്റ് മനസ്സിലായോ? ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് കറക്റ്റ് എത്ര എളുപ്പത്തിൽ നമുക്കല്ല പ്രധാനമന്ത്രി എന്നുള്ള ഒരു ടോപ്പിക്ക് കുറച്ച് സമയം എടുത്ത് റീഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ചീഫ് മിനിസ്റ്റർ എന്നുള്ള ടോപ്പിക്ക് റീഡ് ചെയ്യാൻ സമയം വേണ്ട നിങ്ങൾക്ക്. അത്രയും സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് റീഡ് ചെയ്യാം. ഇനി നിങ്ങൾ നോക്കൂ, സെയിം കാര്യം തന്നെ സെൻട്രൽ കൗൺസിൽ, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ കാര്യം നോക്കോ. സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വായിച്ച ഒരു വ്യക്തിക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത് വായിക്കാം. ഇപ്പൊ നമ്മൾ പഠിച്ച പോലെ തന്നെ ആർട്ടിക്കിൾസിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. നോക്കോ, ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ആർട്ടിക്കിൾ 163, 164 സെയിം. The Constitution of India provides for parliamentary system of government in the state on the union pattern. The Council of Ministers headed by the Chief Minister, real executive. Yeah, same. Article 163. There shall be a Council of Ministers with the Chief Minister as the head to aid and advise Governor. അല്ലെ, ഇതിപ്പോ വായിച്ച് നിങ്ങൾക്ക് തന്നെ മടുക്കുന്നുണ്ടാവും. ഇതിപ്പോ കുറെ ആയല്ലോ ഇത് തന്നെ വായിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. If any question arises whether a matter falls within the governor's discretion or not, decision of the governor shall be final, and the validity of anything done by the governor shall not be called in question on the ground that he thought out to have acted in his discretion. The advice tendered by the minister to the governor shall not be inquired by any court. Article 164. Chief minister shall be appointed by governor. ബാക്കിയുള്ള minister shall be appointed by governor on the advice of the chief minister. പിന്നെ കുറച്ച് കാര്യങ്ങൾ. However, in the state of Chhattisgarh, Jharkhand, മധ്യപ്രദേശ് ട്രൈബൽ വെൽഫെയറുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം പറയാണ്. ഓക്കെ, ഇന്ന സ്റ്റേറ്റില് ട്രൈബൽ വെൽഫെയർ മിനിസ്റ്റേഴ്സിന്റെ ആവശ്യമുണ്ടെന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വെക്കുക. The total number of ministers including shall not exceed 50%. അല്ലെ, 91 ഭേദഗതി 2003 അതും നമ്മൾ ഡിസ്കസ് ചെയ്തു. സെയിം കാര്യം. ലോക്സഭയ്ക്ക് ബാധകമായിട്ടുള്ള കാര്യം സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കും ബാധകമാണ്. 15% കൂടുതൽ കൂടാൻ പാടില്ല കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ. അല്ലെ, അതേപോലെ തന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ബട്ട് ദ നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ദ ചീഫ് മിനിസ്റ്റർ ഷാൽ നോട്ട് ബി ലെസ് ദാൻ 12. അല്ലെ, 12ൽ കുറയാനും പാടില്ല. അല്ലെ, ചില സംസ്ഥാനങ്ങളിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ 15% വെച്ച് നോക്കുമ്പോൾ ചെറിയ സംസ്ഥാനങ്ങളിൽ ഈ പറഞ്ഞ സംഖ്യ കിട്ടാൻ വളരെ ചെറിയ സംഖ്യയായി പോകും. അതുകൊണ്ട് തന്നെ ഒരു 12ൽ കുറയാത്ത ചീഫ് മിനിസ്റ്ററും മിനിസ്റ്റേഴ്സും ഉണ്ടാവണം. ഒരു പ്രൊവിഷൻ അവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു മിനിമം പ്രൊവിഷൻസ് അല്ലേ. Right. A member of either house of the state legislature belonging to any political party who is disqualified on the ground of defection shall also be disqualified to be appointed as the minister. Okay. The ministers shall hold office during the pressure of governor. Council of Ministers shall be collectively responsible to state legislative assembly. State legislative assembly ആണ്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ല. ഓർത്തിരിക്കുക കേട്ടോ. നമ്മുടെ കേരളത്തിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ. പക്ഷെ ചില സംസ്ഥാനങ്ങളിൽ രണ്ട് കാര്യം ഉണ്ട്. The governor shall administer the oath of the office and secrecy to a minister. സെയിം കാര്യം തന്നെ, 6 മാസത്തിൽ. ഓക്കെ, conduct of the business of the government of a state. All actions of the government shall be taken in the name of governor. നിങ്ങൾ റീഡ് ചെയ്താൽ മതി കേട്ടോ. Again, communication. Okay, communication to the governor regarding the decision taken in the
ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ആർട്ടിക്കിൾസ് കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, ഈ തന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഉണ്ടല്ലോ കറക്റ്റ് ആയിട്ട് പഠിക്കുക. അതേപോലെ തന്നെ സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ആർട്ടിക്കിൾസും 74, 75, 77, 78 ഉണ്ടല്ലോ, ഈ ആർട്ടിക്കിൾസ് കറക്റ്റ് ആയിട്ട് പഠിക്കുക രണ്ടിൻ്റെതും. ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ സിമിലർ തന്നെയാണ്. ഓക്കെ, ക്യാബിനറ്റ് നമ്മളിപ്പോ പഠിച്ച കാര്യം തന്നെയാണ്. ക്യാബിനറ്റ് ഓൾറെഡി നമ്മൾ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്തു. ക്യാബിനറ്റ് എന്താണ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്താണ്. ഓക്കെ, കമ്പോസിഷൻ ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ക്യാബിനറ്റ് മിനിസ്റ്റർ, മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ്. അതായത് സെൻട്രൽ ഗവൺമെന്റിൽ എങ്ങനെയാണോ ഉണ്ടാകുന്നത് അതേ രീതിയിൽ സ്റ്റേറ്റിലും ഉണ്ട്. ആ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. നോ ലീഗൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. മിനിസ്റ്റേഴ്സിന് ലീഗൽ റെസ്പോൺസിബിലിറ്റി ഇല്ല, ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലേ. ദ മിനിസ്റ്റേഴ്സ് ഓൾഡോ ഡ്യൂറിംഗ് ദി പ്ലഷർ ഓഫ് ദ ഗവർണർ. അതേപോലെ തന്നെ ചീഫ് മിനിസ്റ്ററുമായിട്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലെ. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുമായിട്ട് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. റൈറ്റ്, ഓത്ത് ആൻഡ് സാലറി കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ. ഓക്കെ, ബേസിക്കലി ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, ഒരുപാട് കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാനില്ല. ക്ലിയർ അല്ലേ? ഇതിൽ കൂടുതൽ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യേണ്ട കാര്യമുണ്ടോ? സിമ്പിൾ അല്ലേ? പിന്നെ വായിച്ച കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും വരുന്നത്. യെസ്, ശ്രീലക്ഷ്മി. ഇന്ന് രാത്രി 10 മണിക്ക് MCQ ഉണ്ടാവും, 10 ക്വസ്റ്റ്യൻസ്. ടോപ്പിക് പ്രധാനമന്ത്രി, ചീഫ് മിനിസ്റ്റർ, സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റർ, പിന്നെ ക്യാബിനറ്റ് കമ്മിറ്റി. ഓക്കെ, ഈ ഏരിയയിൽ നിന്ന് ഒരു 10 MCQ ഉണ്ടാവും. ഓക്കെ, സോ നിങ്ങൾ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുക, ആ MCQs അറ്റൻഡ് ചെയ്യുക. ഈ MCQസിൽ എല്ലാം ശരിയാവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു 10 MCQസിൽ ഒരു 7 മാർക്കൊക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. നിങ്ങൾ ജസ്റ്റ് ഗോ ഹാറ്റ്. മാർക്ക് കുറയുന്നുണ്ടെങ്കിൽ റിവിഷൻ ചെയ്യുക, പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുക. ലക്ഷ്മികാന്ത് നല്ലതുപോലെ റീഡ് ചെയ്യുക. ഓക്കെ, പിന്നെ അടുത്ത ടോപ്പിക് ഇനി മുതലാണ് നമുക്ക് കുറച്ച് കടുകട്ടി ടോപ്പിക്കുകൾ വരുന്നത്. ഇത്രയും ദിവസം നമ്മൾ പഠിച്ചത് ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ്. സോ ഡേ 7 നമുക്ക് എത്രയും പെട്ടെന്ന് ലക്ഷ്മികാന്ത് കവർ ചെയ്ത് തീർക്കണം. ഡേ 7 ടോപ്പിക് പാർലമെന്റ്. ഓക്കെ, പാർലമെന്റ് ബിഗ് ടോപ്പിക്. പാർലമെന്റ്, അതിന്റെ കൂടെ പാർലമെന്ററി കമ്മിറ്റീസ്. വലിയ ചാപ്റ്റർ ആണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇത് രണ്ടും മാത്രം കവർ ചെയ്യാം. ഓക്കെ, പാർലമെന്റും പാർലമെന്ററി കമ്മിറ്റീസും. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റർ ആണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ. ഓക്കെ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ അതായത് പാർലമെന്റ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മളിപ്പോ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും പഠിച്ച പോലെ തന്നെ സിമ്പിൾ ആയിരിക്കും. സോ ഒരു ചാപ്റ്റർ, ഈ പാർലമെന്റ് എന്നുള്ള ചാപ്റ്റർ പ്രോപ്പർ ആയിട്ട് പഠിക്കുക. പാർലമെന്റ് വലിയ ചാപ്റ്റർ ആണ്. ഓക്കെ, ഡെഫിനറ്റ്ലി ഇതിന്റെ ക്ലാസ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു നമ്മൾ 2 ക്ലാസ് ആയിട്ട് എടുക്കേണ്ടി വരും. നാളെ ഉച്ചക്കോ അല്ലെങ്കിൽ മറ്റന്നാളോ നമുക്ക് ക്ലാസ് എടുക്കാം. ഓക്കെ, പിന്നെ ഒരു പാർലമെന്റ് എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ജുഡീഷ്യറിയാണ് ഹൈക്കോടതി, സുപ്രീം കോടതിയുടെ സമയത്ത് തന്നെ ഹൈക്കോടതി പഠിക്കാം. പിന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓൾമോസ്റ്റ് വി ഹാവ് കംപ്ലീറ്റഡ്. ഈ പാർലമെന്റ് കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 60% ഓഫ് ദ ടോപ്പിക് നമ്മൾ പൊളിറ്റിയിൽ കംപ്ലീറ്റഡ് ആയി. പിന്നെ ഓൾറെഡി PYQയുടെ വീഡിയോ ഞാൻ യൂട്യൂബിലെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതും കാണണം. ഓക്കെ, ഈ സൺഡേ നമുക്ക് എന്ത് ചെയ്യണം? മോഡേൺ ഹിസ്റ്ററിയുടെ PYQs ചെയ്യണം, ലൈവായിട്ട് ചെയ്യണം. ഓക്കെ, സോ ഇനിയാണ്, ഇത്രയും ദിവസം നിങ്ങൾ പഠിച്ച പോലെയല്ല, ഇനിയാണ് കുറച്ച് പൊളിറ്റിയുടെ ടെക്നിക്കൽ ടേമുകളും പാർലമെന്റ് എന്നുള്ള ചാപ്റ്റർ പഠിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുക. സോ നമുക്ക് ഇന്നത്ര മതി, ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. സിമ്പിൾ ടോപ്പിക് ആണ് കേട്ടോ, ഇതൊക്കെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ടോപ്പിക് ആണ്.
ഡെഫിനറ്റ്ലി ഒരു തവണ 2 തവണ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടോപ്പിക്കുകളാണ്. ഇറ്റ്സ് വെരി സിമ്പിൾ. സോ ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഐ എം നോട്ട് വേസ്റ്റിംഗ് യുവർ ടൈം. ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കുക, ഫുഡ് കഴിക്കുക, അഗെയിൻ ഗോ ബാക്ക് ടു യുവർ സ്റ്റഡീസ്. ഓക്കെ, സോ സി യു അടുത്ത ക്ലാസ്.